ഞാനാകെ തകർന്നു നിൽക്കുക. നന്ദന, താൻ ഈ ദീപൂട്ടൻ എന്ന് പറയുന്ന ആളെ ഒരു ഗജ ഫ്രോഡാ. അവനെ കല്യാണം കഴിച്ച തന്നെ അയാളെ നശിപ്പിച്ചു കളയും. അതൊരു പ്രണയമായിപ്പോയി ഋതിക. ഇപ്പൊ എനിക്ക് ദീപകേട്ടനോട് പ്രണയമാ. എനിക്കിനി ദീപകേട്ടനെ മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ ഋതിക മുൻകൈ എടുക്കണം. ഇവൻ എന്തു പറ്റി? ഒന്നിലിടപെടാതെ മാറി നിൽക്കുകയാണല്ലോ. രാജു. ആ മേഡം. മേഡം കൂടം. ഇത്രയും നാളായിട്ടും രാജുവിന് എന്നെ ചെറിയമ്മയെന്ന് വിളിക്കാനായില്ലേ? പത്മയെടുത്തി അമ്മയെന്നല്ലേ വിളിക്കുന്നേ? പിന്നെ എന്നെ ചെറിയമ്മയെന്ന് വിളിച്ചാലെന്താ? ഞാൻ എന്താ അന്യയാ? അയ്യോ, അങ്ങനെയല്ല. എന്നാ ഇനി അങ്ങനെ വിളിക്കാവൂ. ശരി. നീ എന്താ ഋതുമോളുടെ അടുത്തേക്കൊന്നും പോവാതെ ഇവിടെ മാറി ഒറ്റയ്ക്കിരിക്കുന്നേ? ഋതു ആ പെണ്ണിനോട് സംസാരിക്കല്ലേ, ആനന്ദം പിള്ളയുടെ സന്തതിയോട്. രാജു, അനന്തം പിള്ള ഇങ്ങോട്ട് എറിഞ്ഞുവിട്ട പുല്ലാണി മൂർഖനാണോ ആ പെണ്ണ്? ആ എന്തോ ആവട്ടെ, നമുക്കെന്ത് ഛേദം? ചെറിയമ്മേ. ഈ വിളിയൊന്ന് കേൾക്കാൻ ഞാൻ എത്ര നാളായി കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഇനി എന്നെ ഇങ്ങനെ വിളിക്കാവൂ? ഇതിനൊക്കെ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിളേ ഉള്ളൂ, ഇപ്പൊ അതങ്ങ് മാറി. അല്ല, രാജു എന്താ വിളിച്ച്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ പെണ്ണിനെ എനിക്ക് നേരത്തെ അറിയാം. ആ അനന്തം പിള്ളയുടെ മോളെയോ? ആ. അവള് രാജുവിനെ കണ്ണിമ വെട്ടാതെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അല്ല, ഇവളെ രാജുവിന് എങ്ങനെ അറിയാ? മാരിവാനേസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോ ഇവളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ബാച്ചിലല്ല. ഓ, വല്ല ലൈനും ആയിരുന്നോ? അയ്യോ, ആ വഴിക്ക് പോകുന്ന ആളൊന്നും അല്ല ഞാനെന്ന് ചെറിയമ്മയ്ക്കറിയാലോ. അതറിയാം. രാജു പണ്ട് സ്ത്രീവിദ്വേഷി ആയിരുന്നല്ലോ. പക്ഷേ ഇവൾ എന്റെ പുറകെ കുറെ നാൾ നടന്നതാ. എന്നിട്ട്? എന്തായാലും അതൊരു വൺ വേ ലൈൻ ആയിരിക്കുമല്ലോ. അവൾ നിന്നെ പ്രേമിച്ചോ? അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു? പറയേ. പറയാം. ശല്യം മൂത്തപ്പോ മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. അപ്പോ അവള് പ്രതികാരദാഹിയായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലോ? അവളുടെ ചെകിടത്തൊന്ന് കൊടുത്ത കാര്യേ ഋതുമോളോട് പറഞ്ഞേക്കേ. ഭാര്യയോട് ഒന്നും മറച്ചു വെക്കണ്ട. ഋതുവിനോട് ഇതൊക്കെ പറയണോ? ഗതികെട്ട് കയറി വന്ന പെണ്ണ, അവളെ വെറുതെ നാണം കെടുത്തണ്ട. നന്ദന, പ്രേമോന്നൊന്നും പറഞ്ഞു കളയല്ലേ. പ്രേമോന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാ. ഇവനാരെയും പ്രേമിക്കാനൊന്നും അറിയില്ല. ഇവനുള്ള വികാരം വേറെയാ. ഞാൻ എന്തായാലും അയാളെ സ്നേഹിച്ചു പോയില്ലേ. ഇനി എനിക്ക് അയാളെ മറക്കാനൊന്നും കഴിയില്ല. എടോ, മൊബൈൽ ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുണ്ടായ പ്രേമല്ലേ, അത് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന എന്തിനാ? അമ്മേ, എന്താടാ? അവളാ ഋതിക നന്ദനോട് എന്നെ കുറിച്ചുള്ള മുഴുവൻ വൃത്തിയോടും പറഞ്ഞു കൊടുക്കുക. ആ, നിന്റെ ജീവചരിത്രം മുഴുവനേ ഇപ്പൊ അവൾ ആ പെണ്ണിനോട് വിളമ്പി കാണും. എടാ, നിനക്കൊരു കൊച്ചുണ്ടെന്നുള്ള കാര്യം കൂടി അവള് പറഞ്ഞു കാണും.
പറയാൻ സാധ്യതയുണ്ടമ്മേ. ഇവിടെ മൊണ്ടോ, അത് പറയിപ്പിക്കാതിരിക്കാനല്ലേടാ നിന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് അയച്ചേ. അവളെന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചു. ചീത്ത പറഞ്ഞു ഓടിച്ചോ? മാടെ ഇങ്ങോട്ട്. ദേ, ഇപ്പൊ താൻ സേഫാ. തനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നം. നന്ദനെ, താൻ വിദ്യാഭ്യാസം ഉള്ളവളല്ലേ? ഒരു ജോലിയൊക്കെ കണ്ടെത്തി ലൈഫിനെ നേരിടണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്കതൊന്നും പറ്റില്ല ഋതികെ. ഞാൻ ആകെ തകർന്നു നിൽക്കുക. നന്ദന, താൻ ഈ ദീപോട്ടൻ എന്ന് പറയുന്ന ആളെ ഒരു ഗജ ഫ്രോഡാ. അവനെ കല്യാണം കഴിച്ച തന്നെ അയാളെ നശിപ്പിച്ചു കളയും. എന്താ ഇവിടെ? ഉള്ള സത്യം പറയാലോ. നിങ്ങളുടെ ഈ വൃത്തിയേട്ട മകന്റെ എല്ലാ സ്വഭാവവും ഞാൻ നന്ദനയോട് പറയായിരുന്നു. ഇതിലൊക്കെ ഇടപെടാൻ നിനക്ക് എന്താടി കാര്യം? ഇവളും എന്നെ പോലൊരു പെണ്ണായതുകൊണ്ടാ ഞാനിതൊക്കെ പറഞ്ഞത്. ശബരി എക്സ്പ്രസിനാ ഇവിടെ തലവെക്കുന്നതെന്ന് ഞാൻ ഇവളെ അഡ്വൈസ് ചെയ്തു. ദേ, എന്റെ മകനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഇവള്. ഇവളോട് ഇല്ലാത്ത അപഖ്യാതിയൊക്കെ പറയാൻ നീ ആരാടി? നീ ഇവന്റെ പിറകെ നടന്നിട്ട് ഇവനെ കിട്ടാതെ വന്നതിന്റെ ദേഷ്യത്തിലല്ലേ ഇതൊക്കെ വിളിച്ചു പറയുന്നേ? ദേ, ഇല്ലാത്ത കാര്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ പല്ലടിച്ച് താഴെയിടും ഞാൻ. നീ മിണ്ടാതിരിടാ, അല്ലെങ്കിൽ നീ മേടിക്കും. അതെ, എന്റെ മകന്റെ കാര്യേ ഞാൻ തീരുമാനിക്കും. ജോത്സ്യം പറഞ്ഞ ദീപക്കിന് വിധിച്ച ദീപക്കിന്റെ പെണ്ണ ഈ നന്ദന. കേട്ടോടി? മോള് വാ. പ്രതാപ, ഈ വീടിന്റെ നന്മയാ നിന്റെ ചേച്ചിയുടെ ആഗ്രഹം. ഈ തറവാടിന്റെ അസ്ഥിവാര ഇടിഞ്ഞു പോകാതെ ഞാൻ ഇതുവരെ സൂക്ഷിച്ചു. നിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഇന്ന് വരെ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഇനി പ്രവർത്തിക്കേയില്ല. എങ്കിലും വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാ ഈ കുട്ടി. ഇതിനെ ആട്ടി ഓടിക്കല്ലേ. എന്റെ മകൻ കല്യാണം കഴിച്ചോളാന്ന് വാക്ക് കൊടുത്ത പെൺകുട്ടിയാ ഇവള്. ഇവളെ ദീപക്കിന് കല്യാണം കഴിച്ചു കൊടുക്കണോന്നാ എന്റെ ആഗ്രഹം. നിന്റെ അനുഗ്രഹത്തോടെ ആ കർമ്മം നടത്തി കൊടുക്കണോന്നാ ചേച്ചിയുടെ ആഗ്രഹം. ഇവൻ വാക്കുകൊടുത്ത കഥകളൊന്നും എന്നോട് പറയണ്ട. എനിക്ക് ആ കാര്യം അത്രയ്ക്ക് അങ്ങ് ദഹിക്കില്ല. ഇവൻ വാക്കും കൊടുക്കും, ചതിക്കുകയും ചെയ്യും. ഋതികേ,